ഹായ് ഗൈസ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ബീഫിനെ നല്ലപോലെ കഴുകിയെടുത്തിട്ട് കുക്കറിൽ നമ്മൾ 5 വിസിലോളം അടുപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായി മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. 2 വട്ടമായിട്ടാണ് ഞാൻ എണ്ണയ്ക്കകത്ത് വറുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ 5 പ്രാവശ്യം വിസിലടുപ്പിച്ചത് കൊണ്ട് നമുക്ക് ഒത്തിരി നേരം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട, കുറച്ച് നേരത്തേക്ക് എണ്ണയിലിട്ടാൽ മതി. ഒരുപാട് അങ്ങ് കല്ല് പോലെ ആക്കണ്ട, കാരണം ഒരു ഇടത്തരം രീതിയിൽ നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് ഞാൻ ഫ്രൈ ആക്കിയിട്ട് കോരുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അച്ചാറിടാൻ പറ്റുള്ളൂ. ഞാൻ 1 കിലോ ബീഫ് അച്ചാറിനുള്ള ഓർഡറാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ വറുത്ത് കോരിയതിന് ശേഷം അതേ പാനിൽ തന്നെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അച്ചാറിടാനായിട്ട്. നല്ലെണ്ണ ആകുമ്പോഴത്തേക്ക് ചീത്തയാവത്തില്ല, ഒത്തിരി നാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും നമ്മുടെ അച്ചാറിനകത്ത് ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കടുവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുത്തി എറിഞ്ഞ് വെച്ച ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി വലിയ അല്ലിയാണെങ്കിൽ നമ്മളത് 2 ആക്കണം കേട്ടോ, കാരണം വലുതാണെങ്കിൽ എണ്ണയിൽ കയറുമ്പോഴത്തേക്ക് ഉള്ളു വേഗത്തില്ല. അപ്പം ഒരേ രീതിയിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്കത് ഒരേപോലെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റൂ. അപ്പം ഇതിനാവശ്യമായ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ എരിവനുസരിച്ച് നിങ്ങൾക്ക് എത്ര പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 പച്ചമുളകാണ് ചെറിയതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിലേക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ബീഫ് വറുത്ത ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല എണ്ണയ്ക്കകത്ത് കിടന്ന് ഇത് നല്ലപോലെ മൂത്ത് ഫ്രൈ ആയെങ്കിൽ മാത്രമേ നമുക്കത് നല്ല വഴണ്ട് കിട്ടത്തുള്ളൂ. അപ്പം എണ്ണയിലിട്ട് നമുക്കും ചെറിയ തീയിലൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാവേ. ഈ വഴറ്റിയെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓരോരോ മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അച്ചാറിടുമ്പോഴത്തേക്കിന് എല്ലാ മസാലയും കൂടെ ഒരുമിച്ച് ചേർക്കാറില്ല, ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ചേർത്ത് അത് മൂപ്പിച്ചതിന് ശേഷമാണ് ബാക്കിയെല്ലാം ചേർക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഇവിടെ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നല്ലപോലെ അത് മൂപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉലുവാപ്പൊടിയും ചേർത്തതിന് ശേഷം അതും ഇളക്കി എല്ലാം നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ മുളക് പൊടി ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുമ്പോഴത്തേക്കിന് നമുക്ക് ചെറിയ തീ തന്നെ വേണം, വലിയ തീ ഇടാൻ പാടില്ല. ചെറിയ തീയിൽ തന്നെ ഇട്ട് നല്ല ബ്രൗൺ കളറാക്കണം. ഈ പച്ചമണം എല്ലാം മാറണം. മുളക് പൊടിയുടെ കറാണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാർ കൊള്ളൂല. അപ്പം അതിലേക്ക് നമ്മൾ കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായം കൂടെ ചേർത്ത് നല്ലപോലെ മൊത്തത്തിലൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾ വെള്ളം ചേർക്കരുത്, കാരണം വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ ഇരിക്കുമായിരിക്കും, എന്നാലും പുറത്തോട്ടൊക്കെ കൊടുത്ത് വിടുന്നവർക്ക് പാടായിരിക്കും, ഒത്തിരി നാളൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ മസാല എല്ലാം റെഡിയായി കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇനി ലാസ്റ്റായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് അച്ചാറിൻ്റെ ചേരുവകളൊക്കെ ചേർക്കാറ്. അപ്പോൾ നിങ്ങളെങ്ങനെ ചേർക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഓർഡർ വരുമ്പോഴെല്ലാം ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ലാസ്റ്റ് വിനാഗിരിയും കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്.